കോയമ്പത്തൂരിൽ പോളിംഗ് മന്ദഗതിയിൽ. ഉച്ചയ്ക്ക് ശേഷം ബൂത്തുകളിൽ വോട്ടർമാർ തീരെ കുറവാണ്. ഇതുവരെ 71.16% പോളിംഗ് രേഖപ്പെടുത്തി. തൊണ്ടാമുത്തൂർ നിയോജകമണ്ഡലത്തിലെ സുഗുണാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പാലക്കാട് പ്രതിനിധി ഷാരിഖ് നവാസ് ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊണ്ടാമുത്തൂർ നിയോജക മണ്ഡലത്തിലെ സുഗുണാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു ബൂത്തായി ഇത് മാറിയിട്ടുണ്ട്. കാരണം ഒട്ടും തന്നെ വോട്ടർമാർ ഈ സമയത്ത് ഇവിടെ ഇല്ല. രാവിലെയൊക്കെ ഗ്രാമീണ മേഖലകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. സ്ത്രീകൾ, വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആവേശത്തോടെയാണ് ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ബൂത്തുകളിൽ, അതായത് ഗ്രാമീണ മേഖലയിലായാലും ശരി, സിറ്റിയിലായാലും ശരി, കോയമ്പത്തൂർ ഒരു സിറ്റി കൂടിയാണ്, അത്തരത്തിൽ സിറ്റിയിലെ ബൂത്തുകളിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലും ഒട്ടും തന്നെ തിരക്ക് അനുഭവപ്പെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വോട്ടർമാരെ തീരെ കാണാനില്ല. പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ കാത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പല ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. വോട്ടർമാരുടെ ഒട്ടും തന്നെ തിരക്കില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ നിലവിൽ 71.16% പോളിംഗ് കോയമ്പത്തൂർ ജില്ലയിലാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാൾപ്പാറ, അതുപോലെ തന്നെ പൊള്ളാച്ചി ഉൾപ്പെടുന്ന 10 നിയോജക മണ്ഡലങ്ങളാണ് കോയമ്പത്തൂരിലാകെയുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി കൂടെ മത്സരിക്കുന്നുണ്ട്. അതായത് AAADMK നേതാവും മുൻ മന്ത്രിയുമായ SP വേലുമണിയുടെ ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. അദ്ദേഹം മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഈ സമയത്തൊന്നും ബൂത്തിൽ തീരെ ആളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും പക്ഷേ പോളിംഗ് ശതമാനം അത് ഉയർന്നു തന്നെയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ രാവിലെ തന്നെ ആളുകൾ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്ത് പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം തീരെ ആളുകൾ അതായത് വോട്ട് ചെയ്യുന്നതിനായി ബൂത്തിലേക്ക് എത്താത്തൊരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.